ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ ഏറ്റവും കൂടുതൽ വഴക്ക് നടക്കുന്നത് പവർ റൂമിനുള്ളിലാണ്. പവർ റൂമിലുള്ള 3 വ്യക്തികൾ തമ്മിലാണ് ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വഴക്ക് നടന്നത്. കഴിഞ്ഞ ദിവസം അവിടെ വലിയ വലിയ വഴക്കുകളും അതിൻ്റെ പരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളികളും എന്നങ്ങനെ പല പല സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായത്. പക്ഷേ ഇന്ന് വന്ന് നിൽക്കുന്ന സമയത്ത് അർജുൻ ഈ പറയുന്ന 2 പേരെയും, റസ്മിനെയാണെന്നുണ്ടെങ്കിലും ജിൻഡോനാണെങ്കിലും പവർ റൂമിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് അവർ ഗ്രൂപ്പ് കൂടി അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് പവർ ടീം മുന്നോട്ട് പോകേണ്ടത്, എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ, ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ തന്നെ ജിൻഡോൻ്റെ അടുത്ത് അർജുൻ പറയുന്നുണ്ടായിരുന്നു, ജിൻഡോ, എനിക്ക് ഈ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ടീം എന്ന നിലയിൽ നമ്മൾ ഒരുമിച്ച് തന്നെ നിൽക്കണം, ഒരുമിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ 2 വ്യക്തികളായി മാറുന്ന സമയത്ത് എനിക്ക് ജിൻഡോൻ്റെ അടുത്ത് ഒത്തുപോകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ജിൻഡോ പറയുന്നുണ്ട്, അത് തന്നെയാണ് എനിക്കും അങ്ങനെ തന്നെയാണ് എന്ന് ജിൻഡോ അർജുൻ്റെ അടുത്തും പറയുന്നുണ്ട്. പക്ഷേ റസ്മിൻ അവിടെ ഒട്ടും യോജിക്കുന്നില്ല ജിൻഡോൻ്റെ അടുത്ത്. അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് പറ്റി, ഇനി എന്ത് കറി വയ്ക്കണം എന്നായാലും, ഇനിയിപ്പോൾ എന്താണ് ഇന്ന് ഗെയിംസ് അവർക്ക് കൊടുക്കേണ്ടത്, ഇടവേളകളിൽ നമ്മൾ അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ചർച്ചകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും അർജുൻ സമ്മതം മൂളുന്നുണ്ട്. അങ്ങനെ ചെയ്യാം ബ്രോ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നീറ്റായി തന്നെ അവിടെ ജിൻഡോയെ പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സ് അവിടെ അർജുൻ കൊടുക്കുന്നുണ്ട്. അർജുനും ജിൻഡോയും വളരെ കൃത്യമായി പോയിന്റ്സ് പറയുന്നുണ്ട്. പക്ഷേ റസ്മിൻ അവിടെ ജിൻഡോയ്ക്ക് അവസരങ്ങൾ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ജിൻഡോ പറയുന്നതിന് എന്തിനേയും കളിയാക്കുകയാണ് ചെയ്യുന്നത്. റസ്മിൻ ഒരു പക പോലെയാണ് ജിൻഡോൻ്റെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നേരെ തിരിച്ച് അർജുന് ദേഷ്യമുണ്ട്, ജിൻഡോൻ്റെ അടുത്ത് നല്ല ദേഷ്യമുണ്ട്. പക്ഷേ ജിൻഡോ അവിടെ സംസാരിക്കുന്നത് കേൾക്കാനുള്ള അവസരം അർജുൻ അവിടെ കൊടുക്കുന്നത് മാത്രമല്ല, ജിൻഡോ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കാനും ഞാൻ ഇന്നതാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും, അതുപോലെ ജിൻഡോ പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ അർജുൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ റസ്മിൻ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാതെ ആ ഗ്രൂപ്പിൽ അപ്പോഴും ആ ഭിന്നത രൂപപ്പെടാനായിട്ട് പ്രധാന കാരണം റസ്മിൻ തന്നെയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അർജുൻ്റെ അടുത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ജിൻഡോയുടെ അടുത്ത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാനായിട്ടുള്ള കാരണം ഒന്നോർക്കുമ്പോൾ റസ്മിൻ തന്നെയാണ്. റസ്മിൻ വീണ്ടും അർജുൻ്റെ അടുത്ത് ഇങ്ങനെ ജിൻഡോൻ്റെ കുറ്റങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അർജുനും ജിൻഡോയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ജിൻഡോയെ കളിയാക്കാനും അവിടെ റസ്മിൻ മുതിരുന്നുണ്ട്. ജിൻഡോ പറയുന്നത് കേൾക്കാതിരിക്കാൻ അല്ലെങ്കിൽ കേൾക്കാനായിട്ട് ക്ഷമ കാണിക്കുന്നതും ഇല്ല റസ്മിൻ. എന്തായാലും പവർ ടീം പിന്നീട് ഒത്തൊരുമിച്ച് തന്നെയാണ് പിന്നീട് അങ്ങോട്ട് ഗെയിം കളിക്കുന്നത്. എന്നിരുന്നാൽ പോലും അവരുടെ ഇടയിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഏകദേശം സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പവർ ടീം ശ്രമിക്കുന്നുണ്ട്. അത് എത്രത്തോളം വിജയം കാണുമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും ജിൻഡോയെ ഉൾക്കൊള്ളാനായിട്ട് എന്തായാലും അർജുൻ ശ്രമിക്കുന്നുണ്ട്. റസ്മിൻ അത്രയ്ക്കും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെ പവർ ടീമിൻ്റെ വമ്പൻ പരാജയമാണ് ഇനി കാണാനായിട്ട് സാധിക്കുന്നത്.